ട്രംപിന്റെ അന്ത്യശാസനം വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പലതവണ വാർത്തയിട്ടിട്ട് നമുക്ക് തന്നെ ഒരു ചമ്മലാവുകയാണ്. കാരണം സമാധാനം വരുന്നു പോകുന്നു, സമാധാനം വരുന്നു നമ്മൾ പലതവണ അത് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് തന്നെ ഒരു നാണക്കേടാണ് ഇത്രയും തവണ അന്ത്യശാസനം ട്രംപ് ഇപ്പൊ അടിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്പർ 3 എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി. രേഷ്മ, 3 മാസക്കാലമായി നമ്മൾ സ്ഥിരമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം എന്ന് പറയുന്നത്. ഏകദേശം ഒരു പരിസമാപ്തിയിലേക്കൊക്കെ വരുന്നു എന്ന് ഘട്ടങ്ങളൊക്കെ എത്തുന്നു. പക്ഷേ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. പരസ്പരം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുകയാണ്. ലോകശക്തിയാണ് എന്ന് പറയുന്ന അമേരിക്കയോട് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സമീപനമാണ് ഇറാൻ ഇപ്പോഴും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഇടയിൽ, ഇത്രയും സംഘർഷഭരിതമായ അവസ്ഥകൾക്കിടയിൽ ചെറിയൊരു ഇടവേള നൽകിക്കൊണ്ട് യുദ്ധത്തിനൊരു വിരാമം ഇട്ടു എന്ന് പറയുന്ന രീതിയിലൊക്കെ നിൽക്കുകയാണ് കാര്യങ്ങൾ. അപ്പോഴാണ് അമേരിക്കയുടെ വൈറ്റ് ഹൗസിന് നേരെ ഒരു ആക്രമി വെടിയുതിർത്തു അക്രമം നടത്തി അല്ലെങ്കിൽ വെടിയുതിർത്തു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. 30ഓളം വെടികളാണ് വൈറ്റ് ഹൗസ് പരിസരത്ത് നിന്നും അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. 30 വെടിയുണ്ടകൾ ചിതറി വീണു എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ വൻ സുരക്ഷ നിലനിൽക്കുന്ന ഒരിടത്താണ് 30 വെടിയുണ്ടകൾ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് അക്രമി കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് ഒരുപാട് പേർക്ക് സാരമായി പരിക്കേറ്റു എന്ന് പറയുന്നുണ്ട്. മറ്റൊരാൾ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ ആകെ ഒരു സംഘർഷം നിറഞ്ഞ അവസ്ഥയിലാണ്. നമുക്ക് ഡൊണാൾഡ് ട്രംപിനെ പല പേഴ്സണൽ കാര്യങ്ങളിലും തടസ്സം നേരിടുന്നു. അദ്ദേഹത്തിന് അതിലൊന്നും പങ്കെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സുരക്ഷ എത്ര കർശനമാണ്, ശക്തമാണ് എങ്കിലും വധഭീഷണി അല്ലെങ്കിൽ വൈറ്റ് ഹൗസിന് നേരെയുള്ള ആക്രമണം ഇനിയും തുടരും എന്നുള്ള 2ാമത്തെ പ്രാവശ്യമാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അപ്പോൾ സുരക്ഷ അത്രത്തോളം ഒന്നും ശക്തമല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സമാധാന ചർച്ചകൾ അല്ലെങ്കിൽ മധ്യസ്ഥ ചർച്ച പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുകയാണ്. അത് വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അതിനുടനെ തന്നെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രംപ് പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ: യുറേനിയം സമ്പുഷ്ടീകരണം നിയന്ത്രിക്കണം, അതുപോലെ തന്നെ ആണവായുധം ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. പക്ഷേ ഇത് അനുസരിച്ചാൽ മാത്രമാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷെ ട്രംപ് ഇതൊക്കെ പറയുമെന്ന് നമുക്കറിയാം. അതിനപ്പുറത്തെ തീരുമാനമെടുക്കേണ്ടത് ഇറാനാണ്. ഇറാൻ ഒരിക്കലും ഇതൊന്നും അനുകൂലിക്കാൻ പോകുന്നില്ല. ഇറാൻ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അവർ ആദ്യം തുടങ്ങി തന്നെ പറയുന്ന ഒറ്റ കാര്യമാണ്, അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്: തങ്ങളുടെ പരമാധികാരത്തിന്മേലേക്ക് കടന്നു കയറാൻ അമേരിക്ക വരണ്ട എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇറാൻ ഇപ്പോഴും പറയുന്നത്. അപ്പോൾ എന്താണ് ട്രംപ് പറയുന്ന ഈ സമാധാന ചർച്ച? ട്രംപ് തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ ഇറാൻ തീരുമാനിക്കുന്നത് പോലെ അടിയുറച്ച് ആ ഒരു നിലപാടിൽ തന്നെ മുന്നോട്ട് പോകും? എന്താണ് ഇനി വരാനിരിക്കുന്നത്? വിദ്യ പറഞ്ഞതുപോലെ തന്നെ സംഘർഷാഭരിതമാണ്. അതായത് സമാധാനം അകലെ തന്നെയാണ്, പശ്ചിമേഷ്യൻ ഭീതിയിലാണ്. ഇപ്പോൾ ഇറാന്റെ കടന്നുകയറ്റം എന്ന് പറയുന്നത് അമേരിക്ക അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. വൈറ്റ് ഹൗസിന് നേരെ ഉണ്ടായിട്ടുള്ള ഈ ഒരു വെടിവെപ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അമേരിക്കയുടെ തലവൻ, അതായത് പ്രസിഡന്റ് ഈ ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയൊരു ഭീഷണി കൂടിയാണ്. അവിടെ ഒരു സുരക്ഷാ വീഴ്ച എന്ന് കൂടി നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. കാരണം വൈറ്റ് ഹൗസിന് നേരെ ഒരു ആൾ വെടിയുതിർത്തുക എന്ന് പറയുന്നത് പെട്ടെന്ന് പോയി ഒരാൾക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ കഴിയുന്നതല്ല. അപ്പോൾ വളരെ പ്ലാനോടുകൂടി ഒരാൾ കടന്നു കയറി അതിനകത്ത് വന്ന് അതിന് നേരെ 30 തവണ വെടിയുതിർക്കുക, അവിടെ മാധ്യമപ്രവർത്തകർക്ക് പരിക്കേൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ വലിയൊരു സുരക്ഷാ വീഴ്ച ഉണ്ട് എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ രേഷ്മ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, സുരക്ഷാ വീഴ്ച എന്ന് പറയുമ്പോൾ ഒരു ചെറിയ തിരുത്ത് ഞാൻ ചോദിക്കുന്നത് രേഷ്മ, ഇത് വൈറ്റ് ഹൗസിനുണ്ടായ സുരക്ഷാ വീഴ്ചയാണോ, അതോ ഇറാൻ എന്ന് പറയുന്ന രാജ്യം തങ്ങളുടെ പരമാധികാരത്തിന്മേൽ കടന്നു കയറാൻ ശ്രമിച്ച മറ്റൊരു രാജ്യത്തിന് കൊടുക്കുന്ന തക്കതായിട്ടുള്ള ഒരു ഭീഷണി തന്നെയാണോ? എനിക്ക് അത്തരത്തിലാണ് ഇതിനെ കാണാൻ കൂടുതലും ശ്രമിക്കുന്നത്. കാരണം സുരക്ഷാ ഭീഷണി നമുക്കറിയാം. സുരക്ഷാ വീഴ്ച എന്ന് പറയുമ്പോൾ ശക്തമായ സുരക്ഷയുള്ള ഇടം തന്നെയാണ് വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ പോലും കടന്നു കയറാൻ ഇറാന് സാധിക്കുന്നു എന്ന് വേണ്ടേ അപ്പോൾ കരുതാനായിട്ട്? ഇറാന് തീർച്ചയായിട്ടും അതൊരു ഭീഷണിയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അമേരിക്ക അല്ലെങ്കിൽ ഈ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുക്കിയിരിക്കുന്ന സുരക്ഷ എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷെ പലതവണയും നമ്മൾ മിസൈൽ ആക്രമണങ്ങളിൽ അത്തരം ഡ്രോണുകൾ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല, സൈറൻ അതിനു മുമ്പ് മുഴങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനു മുമ്പും പല വാർത്തകൾ വന്നിട്ടുണ്ട്. അതായത് ഇറാന്റെ ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് ചില സൈറണുകൾ മുഴങ്ങാതിരുന്നു, അവിടെ നേരിട്ട് വന്ന് മിസൈലുകൾ പതിച്ചു. അപ്പോൾ അവർ അവിടുത്തെ ഈ കമാൻഡേഴ്സ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് നേരിട്ട് കിട്ടിയില്ലായിരുന്നു എന്ന്. എന്ന് വെച്ചാൽ അവിടെ ഒരു സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ പലതവണ അമേരിക്കയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. നമുക്കിവിടെ ഇറാൻ കടന്നു കയറിയത് വലിയൊരു നീക്കം തന്നെയായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അമേരിക്ക ഞെട്ടിച്ചിരിക്കുകയാണ്. പക്ഷേ അവിടെ കടന്നു കയറിയതിനു ശേഷം
30 തവണ അദ്ദേഹം വെടിയുതിർത്തു. എന്നിട്ട് പോലും അവർക്ക് അദ്ദേഹത്തെ പിന്നീട് ആ 30 തവണ വെടിയുതിർത്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിടിക്കാൻ കഴിഞ്ഞത്. അപ്പം അത്രയും സുരക്ഷ കുറവാണോ എന്നുള്ളതാണ്. കാരണം ഒരു പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്രയും യുദ്ധത്തിന് വേണ്ടി ഏർപ്പെട്ടിരിക്കുന്നു, യുദ്ധം ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്നു. മകന്റെ കല്യാണത്തിൽ നിന്ന് പിന്മാറി അടിയന്തരമായിട്ട് വീണ്ടും വൈറ്റ് ഹൗസിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു നീക്കത്തിലാണ്. അപ്പോൾ അത്രയും സുരക്ഷ കൊടുക്കുന്ന ഒരിടത്ത് വീണ്ടും വെടിയുതിർക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുമ്പോൾ, അല്ലെങ്കിൽ 30 തവണ ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സുരക്ഷയിൽ വലിയ വീഴ്ച ഉണ്ട് എന്നതാണ്. എന്തായാലും ഇറാന്റെ ഒരു നീക്കം എന്ന് പറയുന്നത്, ഇറാൻ അവിടെ വലിയ രീതിയിൽ തന്നെ ഒരു നീക്കം നടത്തി. ഇറാൻ അത്രയേറെ ഒരു പ്രഹരമാണ്, അതായത് ട്രംപിന്റെ തൊട്ടു മുന്നിൽ നേർക്കുനേർ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, മകൾ ഇവാങ്കെ ഉന്നം വെച്ചുകൊണ്ട് ഒരാൾ നിരീക്ഷിക്കുകയായിരുന്നു മാസങ്ങളോളം. ആ മകളെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെയും ഈ പറയുന്നത് പോലെ തന്നെ സുരക്ഷാ വീഴ്ചകളില്ലേ. കാരണം ഇത്രത്തോളം അവരെ പിന്തുടരുന്നു, അവർ കഴിക്കുന്ന ഫുഡ് അറിയുന്നു, അവർ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയുന്നു, അവർ ആർക്കൊപ്പം കറങ്ങാൻ പോകുന്നത് എന്നുള്ള എല്ലാ സകല എവിഡൻസും ഈ പറയുന്നവർക്ക് കിട്ടിയിരിക്കുന്നു. അങ്ങനെ മാസങ്ങളോളം നിരീക്ഷിച്ചാണ് ഇവർ ഇതിനകത്തേക്ക് കയറിയിരിക്കുന്നത്. അപ്പൊ അത് ഇറാന്റെ വലിയൊരു മുന്നേറ്റം കൂടിയാണ്. അപ്പൊ ഇറാൻ ഇനി നെഞ്ചു വിരിച്ച് അവരുടെ മുന്നിൽ ചെന്ന് ഞങ്ങൾക്ക് ഇത്രയും നിങ്ങളുടെ മുന്നിൽ എത്താൻ കഴിയും, ഏത് നിമിഷം നിങ്ങളെ കൊല്ലാൻ കഴിയും എന്നതിന്റെ ഒരു സൂചന കൂടിയാണ്, വലിയൊരു ഭീഷണി തന്നെയാണ്. ഇതിനിടയിൽ എന്ന് പറയുന്നത് ഈ സമാധാന കരാർ, വിദ്യ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സമാധാന കരാർ ട്രംപ് പറയുന്നത് അന്ത്യശാസ്ത്രം നൽകിയിരിക്കുകയാണ്, ഏത് നിമിഷവും ഞങ്ങൾ ആ ഒരു ചർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ട് വരാമെന്ന് പറയുമ്പോഴും ഇറാന്റെ ഭാഗത്ത് അങ്ങനെയല്ല. ഇറാൻ പറയുന്നത് എന്ന് പറയുന്നത് ഈ ഒരു സമാധാന കരാറിലേക്ക് ഞങ്ങളില്ല. കാരണം ഈ അമേരിക്ക ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ്, അമേരിക്ക ചെയ്യുന്നത് വഞ്ചനയാണെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ചർച്ചയിലേക്ക് തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ നിൽക്കുന്നത്. അബ്ബാസ് അറാഖ്ചിയൊക്കെ പറയുന്നത് ഈ ഒരു ചർച്ചയുടെ ആവശ്യമില്ല, കാരണം ഈ അമേരിക്ക വീണ്ടും വീണ്ടും വിശ്വസിക്കാൻ കൊള്ളില്ല, അതുകൊണ്ട് തന്നെ അമേരിക്ക പറയുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല, അത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് ഇറാൻ പ്രതിരോധ മന്ത്രി പോലും ഇപ്പോൾ അബ്ബാസ് അറാഖ്ചി പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് രേഷ്മ, സുരക്ഷാ വീഴ്ചയുടെ അല്ലെങ്കിൽ ഇറാൻ ഇത്രമാത്രം മുന്നോട്ട് പോയി എന്ന് രേഷ്മ പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്ന കാര്യം, ഇസ്രായേലിലേക്ക് ഒരു യുദ്ധം നടത്തുന്നു, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അയൺ ഡോം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രതിരോധ സംവിധാനം അതിനെ തകർത്തുകൊണ്ടാണ് ഇറാൻ ഇസ്രായേലിലേക്ക് യുദ്ധം നടത്തിയത്, ആക്രമണം നടത്തിയത്. ആ സമയത്ത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകരുകയും ആ സംവിധാനങ്ങൾക്ക് വരുന്ന മിസൈലുകളെ കണ്ടെത്താൻ സാധിക്കാതിരിക്കുകയും ചെയ്തു എന്നൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ പലരും അതൊക്കെ വെറുതെയാണ് എന്ന് പറയുന്നൊരു കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഉപഗ്രഹ ചിത്രങ്ങളിൽ പലതും ബ്ലർ ചെയ്തിട്ടാണ് ഈ പറയുന്ന ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നത്. പക്ഷെ അതിന് അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുകയും കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും ചെയ്ത സമയത്ത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്ര നിരീക്ഷകർ കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേലിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകളിൽ, അതായത് ഇസ്രായേലിന്റെ വ്യോമത്താവളങ്ങളിൽ, ഇന്റലിജൻസ് കേന്ദ്രങ്ങളിൽ, വിമാനങ്ങൾ സൂക്ഷിക്കുന്ന ഹാങ്ങറുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ കത്തി നശിച്ചു എന്നാണ്. അത്ര കൃത്യമായിട്ടുള്ള ആക്രമണമാണ് ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടത്. അതായത് കൃത്യത എന്ന് പറയുന്നത് ഇറാന്റെ ആക്രമണത്തിൽ വളരെ എടുത്തു പറയേണ്ട ഒന്നായി മാറിയിരിക്കുന്നു. അത്രയും ഉദ്ദേശിച്ച സ്പോട്ട് ഏതാണോ ആ സ്പോട്ടിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിക്കാതെയാണ് ആ മിസൈലുകൾ പതിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും കൃത്യമായി കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും അവിടെ ചെന്ന് കൃത്യതയോടുകൂടി ആക്രമണം നടത്താനും സാധിക്കുന്ന ഇറാന് ഒരിക്കലും വൈറ്റ് ഹൗസിലേക്ക് കടന്നു എന്ന് ആ ഒരു കൃത്യത അവിടെയും അവർ പാലിച്ചു എന്നുള്ളതാണ്. വൈറ്റ് ഹൗസിൽ എന്ത് സുരക്ഷ നിലനിൽക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാലും ഇറാന് അവിടെ കയറണമെന്ന് തോന്നി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്തിരിക്കും എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. കയറി എന്ന് മാത്രമല്ല, രേഷ്മ നേരത്തെ സൂചിപ്പിച്ച പോലെ 30 തവണ വെടിയുതിർക്കാനുള്ള ഒരു സാവകാശം അവിടെ ആ വ്യക്തിക്ക് ആക്രമിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് എത്രമാത്രമാണ് ഇറാൻ മറ്റു കാര്യങ്ങളെ പഠിച്ചിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് അവർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നതും എന്നുള്ളത്. ഈ അമേരിക്ക കണ്ടിട്ടില്ലാത്ത ഇറാനെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ചിന്തിക്കുന്നതിനപ്പുറത്തേക്കാണ് ഇറാന്റെ നീക്കം. കാരണം നമുക്ക് ആദ്യം തൊട്ട് ഈ ഒരു യുദ്ധം എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെടിനിർത്തൽ ചർച്ച ആരാണ് നടത്തിയത്? ട്രംപാണ് നടത്തിയത്. കാരണം ആദ്യം ഒരു യുദ്ധം അങ്ങോട്ട് തൊടുത്തു വിട്ടിട്ട് അവിടുത്തെ സ്കൂളിലെ കുട്ടികളടക്കം മരിച്ചു വീണപ്പോൾ ഒരിക്കലും യുദ്ധം തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ അപ്രതീക്ഷിതമായിട്ട് തുടങ്ങിയ ഒരു യുദ്ധമായിരുന്നു. എന്നിട്ട് അവിടുത്തെ കുട്ടികൾ മരണപ്പെട്ടു. പിന്നീട് അപ്പം ഈ അമേരിക്ക കരുതി ഇനി ഇറാൻ അടങ്ങിയിരിക്കും, ഇനി ഭയം കൊണ്ട്
പിന്നോട്ട് ഓടും, വെനസ്വലയൊക്കെ പോലെ പിടിച്ചടക്കാം എന്ന് കരുതിയെടുത്ത് അമേരിക്കയ്ക്ക് തെറ്റി. കാരണം അവിടെ മരിക്കുന്നവർ ഓരോരുത്തരും വെറുതെ അല്ല, അത് രക്തസാക്ഷി എന്ന ഓണമാണ് ഇറാൻ അതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണല്ലോ അവിടുത്തെ നേതാവൊക്കെ നെഞ്ചി വിരിച്ച് അവിടെ നിന്ന് മരണത്തെ സ്വീകരിക്കാൻ തയ്യാറാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അവർ ആ മരണത്തിൽ പോലും പറഞ്ഞത് ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ്, ഞങ്ങൾ എങ്ങും ഓടി ഒളിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു ബങ്കറിലും ഓടി ഒളിച്ചു പോയി ഇരുന്നിട്ടില്ല. പക്ഷേ നെതന്യാഹുവിനെയും ട്രംപിനെ നോക്കിക്കെ പേടിച്ചിട്ട് ഓടുകയാണ്. ബങ്കറിലേക്ക് ഓടുന്നു, അണ്ടർഗ്രൗണ്ടിലൊക്കെ ചർച്ചകളും ഗൂഢാലോചനകളും ഒക്കെ നടത്തുന്നു, ഇനി കമാൻഡർമാർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ പേടിച്ചിരിക്കുന്ന രണ്ട് പ്രസിഡന്റുമാരെയാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ ഇറാന്റെ നേരെ തിരിച്ചാണ്. ഇറാന്റെ കാര്യം അങ്ങനെയല്ല. മുജിതബ കമീനി മരിച്ചു, മുജിതബ കമീനിക്ക് വലിയ പരിക്കേറ്റു, ഇനി വരില്ല എന്നൊക്കെ അമേരിക്ക വലിയ വീരവാദം മുഴക്കിയിരുന്നു. പക്ഷെ അവിടെയാണ് ഇറാൻ പറഞ്ഞത് മുജിതബ കമീനിക്ക് ഒരു സംഭവവും ഉണ്ടായിട്ടില്ല, ചെവിക്ക് ചെറിയൊരു പരിക്ക് മാത്രമേ ഉള്ളൂ. ദൂതന്മാർ വഴി ഇപ്പോഴും ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത് മുജിതബ കമീനി ആണെന്ന് പറഞ്ഞപ്പം അമേരിക്ക അക്ഷരാർത്ഥത്തിൽ വീണ്ടും ഞെട്ടി. കാരണം ഈ യുദ്ധം എങ്ങനെ നോക്കിയാലും അവസാനിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. എന്തായാലും അമേരിക്ക ഇപ്പോൾ മൊത്തത്തിൽ വരണ്ടിരിക്കുക. കാരണം അമേരിക്കയ്ക്ക് ആയുധവും ഇല്ല, സൈനികരും ഇല്ല, ആകെ മൊത്തത്തിൽ പ്രശ്നമാണ്. ഇനിയുള്ള സൈനികർക്ക് എങ്ങനെയാണ് പണിയെടുക്കേണ്ടതെന്ന് പോലും അറിയാത്തൊരവസ്ഥ. കാരണം ഈ സൈനികരുടെ ഒരു വാർത്ത വന്നിരുന്നു ഈ അമേരിക്കയിൽ നിന്ന്. കാരണം അവിടുത്തെ സൈനികർക്ക് സമ്മർദ്ദം കൂടുകയാണ്, പലരും ആത്മഹത്യ ചെയ്യുകയാണ്. കാരണം ഈ യുദ്ധത്തിൽ അവർ സ്വയമേ പോകുന്നതല്ല, അവരെ നിർബന്ധിപ്പിച്ചും പീഡിപ്പിച്ചും പോകുന്നതാണ്. പിന്നെ ഈ സൈനികരുടെ മാതാപിതാക്കൾ അവിടുത്തെ ചില മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറിവ് പറ്റി, ഒരു ആക്സിഡന്റ് പറ്റി, ആ ആക്സിഡന്റിൽ അവരെ പരിശോധിക്കാൻ അവരെ പുറത്തു കൊണ്ടുപോകാൻ പോലും വകയില്ല. അത്രയും കഷ്ടമാണ് അവിടുത്തെ സൈനികർ. എന്താണ് സംഭവിച്ചത് എന്നുള്ള കൃത്യമായ വിവരം അമേരിക്ക ഇപ്പോഴും മരിക്കുന്ന കണക്ക് പോലും പറയുന്നില്ല, അനുശോചനം പോലും പറയാൻ ട്രംപ് തയ്യാറാകുന്നില്ല. എന്നല്ല, ഈ മരിച്ച വ്യക്തികളുടെ കുടുംബാംഗങ്ങളെ അറിയിക്കുക പോലും ചെയ്തിട്ടില്ലെന്നാണ്. ഇല്ല, തീർച്ചയായിട്ടും. അതെ അതെ അതെ, കണക്ക് കൃത്യമാക്കിയിട്ടില്ല, ആരൊക്കെ ഉണ്ടെന്നുള്ളത് അവർ പുറത്തു വിടുന്നില്ല, ആരൊക്കെ മരണപ്പെട്ടു എന്നുള്ളത്. എന്തിനേറെ പറയുന്നു, ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന കപ്പൽ കൊണ്ടുപോയി അവിടെ ഇട്ടിരുന്നു. ആ കപ്പലിനകത്ത് ജീവനക്കാർ പറയുന്നത് അവർക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ഫുഡില്ല, അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ പൊരുത്തപ്പെടാൻ പാടാണെന്ന് പറയുമ്പോൾ പോലും അവരെ മൈൻഡ് ആക്കുന്നില്ല ട്രംപ്. അപ്പോൾ അത്തരം വാർത്തകൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ലോകങ്ങൾ അറിയുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം നടക്കുന്നത് കൊണ്ട് തന്നെ ട്രംപിന്റെ സുരക്ഷയിൽ വലിയ ഇനി കാര്യമൊന്നുമില്ല. അതായത് വൻ സുരക്ഷ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ എടുത്തു മാറ്റേണ്ടി വരും. കാരണം സൈനികരുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഇനി പറഞ്ഞതുപോലെ തന്നെ സമാധാനം എന്ന് പറയുന്നത് അകലെയാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ട്രംപിന്റെ തലയെടുക്കാൻ അല്ല, നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് ട്രംപ് സമാധാന ചർച്ചകൾക്ക് ഇതുപോലെ കാര്യങ്ങൾ സംസാരിച്ചു, അല്ലെങ്കിൽ ട്രംപ് അങ്ങനെ പറഞ്ഞു എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ട്രംപ് അല്ല ഒന്നും പറയുന്നത്. ട്രംപ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നുമല്ല നടപ്പിലാവുന്നത്. എപ്പോഴും ഈ ഒരു സമാധാന ചർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഒരിക്കലും സമാധാന ചർച്ചകൾക്ക് നിർദ്ദേശങ്ങൾ വെക്കുന്ന ഒരിക്കലും ട്രംപ് അല്ല. ട്രംപ് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ ഇറാൻ നിഷ്കരണം തള്ളിക്കളയാണ്. ഇറാന്റെ ആവശ്യങ്ങൾ എന്താണോ ഇറാൻ അത് തന്നെയാണ് എപ്പോഴും പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും എനിക്ക് തോന്നുന്നത്, നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇറാൻ ഇട്ട് കൊടുക്കുന്ന എല്ലിൻ കഷ്ണമാണ് ട്രംപിന് ഈ ഒരു സമാധാനം, ഈ ഒരു താൽക്കാലിക ഇടവേള എന്ന് പറയുന്നത് ഇറാൻ ആക്രമിക്കാത്തത് കൊണ്ടാണ്. ഇറാൻ പറ്റില്ല, തിരിച്ച് തങ്ങൾ ആക്രമിക്കണമെന്ന് വിചാരിച്ചാൽ ഇറാൻ അത് ചെയ്തിരിക്കും. അപ്പോൾ അമേരിക്ക, എല്ലാവരും പറയും അമേരിക്കയാണ് സമാധാന ചർച്ച അല്ലെങ്കിൽ ഈ ഒരു ഇടവേള ട്രംപ് യുദ്ധത്തിന് ഇടവേള നൽകി. ഒരിക്കലും ട്രംപ് നൽകിയ ഇടവേളയൊന്നും അല്ല ഇത്. അല്ല, ട്രംപ് ഇടവേള നൽകിയാലും അത് ട്രംപ് പേടിച്ചിട്ടാണ് ചെയ്യാൻ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ട്രംപിന്റെ സാമ്പത്തിക പരാധീനതകൾ അമേരിക്കയെ കാര്യമായി അലട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ആയുധം, തായ്വാനിലേക്ക് യുദ്ധം നടക്കുകയാണ്, തായ്വാനിലേക്ക് പറഞ്ഞിരിക്കുന്ന ആയുധങ്ങളൊന്നും ഇതുവരെ ട്രംപ് എത്തിച്ചിട്ടില്ല. $14 മില്യൺ ആയുധ കരാറാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് റദ്ദാക്കിയിരിക്കുന്നത്. അപ്പോൾ ട്രംപിന് കൊടുക്കാൻ ആയുധങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക്, സ്വന്തമായിട്ട് യുദ്ധം ചെയ്യാൻ ആയുധം ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? അത് ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുൻപ് ഫെബ്രുവരി മാസം ആദ്യ വാരത്തിൽ അമേരിക്കയുടെ തന്നെ മുൻ സൈനിക വക്താവ് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്, ആയുധശേഖരം വളരെ കമ്മിയാണ്, അമേരിക്കയുടെ ശേഖരത്തിൽ ആയുധങ്ങളില്ല എന്ന്. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ആയുധങ്ങൾ ഒരുപാട് കൊടുത്തതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പക്കൽ ആവശ്യത്തിന് പോലുള്ള ആയുധങ്ങളില്ല, യുദ്ധത്തിന് മുതിരരുത് എന്ന് അദ്ദേഹം അമേരിക്കയുടെ തന്നെ സൈനിക വക്താവ്
നേതാവ് വേറൊരു കാര്യമുണ്ട് പറഞ്ഞിരുന്നതാണ്. വിദ്യ, ഞാൻ ഇന്ന് വേറൊരു സ്റ്റോറി എടുത്തിരുന്നു, അതിലും പറയുന്നുണ്ട്. അതായത് 40 ദിവസം കൊണ്ട് 40 യുദ്ധവിമാനങ്ങളാണ് തകർന്നത്. അതിൽ 20 എണ്ണം വലിയ രീതിയിൽ തന്നെ തകരുകയും അതായത് 29 എണ്ണത്തിൽ ആളുകളില്ലായിരുന്നു, അത് ആളുകളില്ലാത്ത ഡ്രോണുകളായിരുന്നു. ബാക്കി ആളുകളുണ്ടായിരുന്നു. പിന്നെ 4 സൈനികർ ഒരുമിച്ച് മരണപ്പെടുന്ന ഒരു ആക്രമണവും കൂടി നടന്നിട്ടുണ്ട്. അപ്പം ഇതും ഉണ്ട്, ഇതും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത് അവസാനിപ്പിക്കാൻ പെടാപ്പാട് പെടുന്ന ട്രംപിനെയാണ് ഇപ്പോൾ നമ്മൾ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ കാണുന്നത്. ട്രംപ് എന്തൊക്കെ ശ്രമിച്ചിട്ടും ഇനി ട്രംപിന്റെ മുൻപിൽ ഒന്നില്ലെങ്കിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ ഇറാൻ പറയുന്ന ഉപാധികൾക്ക് മുന്നിൽ തല കുനിച്ചുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ നടക്കുന്ന കാര്യം. അല്ലാതെ മറ്റു വഴികൾ ട്രംപിന് ഇല്ലാതായിരിക്കും. ട്രംപിന്റെ ജീവൻ തന്നെ ഭീഷണിയിലായിരിക്കുന്ന അവസ്ഥയാണ്. വൈറ്റ് ഹൗസിന് പോലും കൃത്യമായി അവരുടെ പ്രസിഡന്റിനെ കാക്കാനുള്ള ഒരു ശേഷിയില്ലാതായി മാറിയിരിക്കുന്നു. ഇവിടെ ഈ അന്ത്യശാസനം, ട്രംപിന്റെ അന്ത്യശാസനം വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പലതവണ വാർത്തയിട്ടിട്ട് നമുക്ക് തന്നെ ഒരു ചമ്മലാവുകയാണ്. കാരണം സമാധാനം വരുന്നു പോകുന്നു, സമാധാനം വരുന്നു നമ്മൾ പലതവണ അത് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് തന്നെ ഒരു നാണക്കേടാണ് ഇത്രയും തവണ അന്ത്യശാസനം ട്രംപ് ഇപ്പൊ അടിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്പർ 3 എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി. അപ്പൊ തന്നെ പിന്മാറുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ട്രംപിനെ കൊണ്ട് കൂട്ടുന്ന കാര്യമല്ല എന്നുള്ളത് ലോകരാജ്യങ്ങൾ മൊത്തം തിരിച്ചറിഞ്ഞ്, ട്രംപും തിരിച്ചറിഞ്ഞ്. പക്ഷെ നാണം കെടാൻ വയ്യാത്തതുകൊണ്ട് ഒന്നും പറയാതെയും മിണ്ടാതെയും വീണ്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു മുന്നോട്ട് പോവുകയാണ്.